അങ്ങനെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. എനിക്ക് ബ്ലോക്കാണ്. എന്ത് ബ്ലോക്ക്? ഹാർട്ടിനോ? അല്ലെന്നേ, ആർട്ടിസ്റ്റ് ബ്ലോക്ക്. ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. മടിക്ക് പുതിയ പുതിയ ഡയമെൻഷൻസും ഡെഫിനിഷൻസും ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ വീഡിയോ അത് നമുക്ക് കിട്ടല്ലേ പറ്റൂ. എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും എന്റെ വീഡിയോയ്ക്ക് കിട്ടാറില്ല കേട്ടോ. കിട്ടുന്ന 10 ലൈക്ക് ഞാൻ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ രാമൻകുട്ടി തളരൂല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുന്നേ, 2 കുറ്റമെങ്കിലും പറഞ്ഞിട്ട് പോവും. നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു പോകാന്നേ. എനിക്ക് സങ്കടമൊന്നുമില്ല. ബൈ ദ ബൈ, സ്വയം ബന്ധമില്ലാത്ത ഈ പടങ്ങൾ വരച്ച് പെയിന്റ് അടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഈ പറയുന്ന ബ്ലോക്ക് അല്ല, തലയ്ക്ക് നല്ല വട്ടാണെന്ന് തോന്നി കാണും. പക്ഷേ സാരമില്ല, നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ബുക്ക് മാർക്സ് ആണ്. എന്തായാലും ചെയ്യുന്നു, എന്നാ പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ. നമ്മുടെയൊക്കെ ടൈമിൽ, ഏത് 90s കിഡ്സിന്റെ ടൈമിലെ ഈ സ്ട്രോബെറി ഒക്കെ ഫ്രൂട്ട്സിന്റെ കാറ്റഗറി അല്ലായിരുന്നോ? ഇപ്പൊ അല്ലെന്നേ, ഇപ്പൊ എസ്തെറ്റിക്കിന്റെ കാറ്റഗറിയാ. ഈ ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊരു സീരീസ് ആയിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, വേണമെന്നുണ്ടെങ്കിൽ. ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ മാത്രം എന്താണ് ബുക്ക് മാർക്സിൽ ഇത്ര വെറൈറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പിൻട്രസ്റ്റ് ഉള്ളിടത്തോളം കാലം നമുക്കുണ്ടോ ഐഡിയക്ക് പഞ്ഞം? ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നേ. എസ്തെറ്റിക്, ക്യൂട്ടായിട്ടുള്ളത്, ക്രിയേറ്റീവ് ആയിട്ടുള്ളത്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ എസ്തെറ്റിക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.